വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള ഈ 5 ദിവസത്തെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ എന്ന ധ്യാനം വലിയ അഭിഷേകത്തിൻ്റെയും വിടുതലിൻ്റെയും സൗഖ്യത്തിൻ്റെയും ദിനങ്ങളായി മാറും. കുരിശിലാണ് രക്ഷ, കുരിശാണ് രക്ഷ, കുരിശിലാണ് വിജയം, കുരിശിലാണ് മഹത്വം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ. ഈശോയിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിനോടനുബന്ധിച്ച് ശാലോം TV ഒരുക്കുന്ന വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ എന്ന 5 ദിവസത്തെ ധ്യാനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ കുരിശിൻ്റെ ശക്തിയും പ്രാധാന്യവും ചൈതന്യവും അറിയുമ്പോൾ മാത്രമാണ് ഒരു നല്ല ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പൗലോസ് ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 18-ാം തിരുവചനത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷത്വമത്രേ, രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തിയത്രേ. അതേ സ്നേഹമുള്ളവരെ, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം അത് ഭോഷത്വമാണ്. എന്നാൽ യേശുവിൽ വിശ്വസിക്കുന്ന, രക്ഷയിലൂടെ ചരിക്കുന്ന ഓരോ വ്യക്തികൾക്കും അത് വലിയ അനുഗ്രഹത്തിൻ്റെ, രക്ഷയുടെ, കൃപയുടെ അടയാളമാണ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ കുരിശിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വിശുദ്ധ കുരിശ് ക്രിസ്ത്യാനികളുടെ അടയാളമാണ്. വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ പലപ്പോഴും വിശുദ്ധ കുരിശിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മാർപ്പാപ്പ പറയുന്നത് ക്രോസ് ഈസ് ദ സിംബൽ ഓഫ് ക്രിസ്ത്യാനിറ്റി. അതായത് ഒരു ക്രിസ്ത്യാനിയുടെ അടയാളമാണ്, ക്രൈസ്തവരുടെ അടയാളമാണ് കുരിശ്. അതേ സ്നേഹമുള്ളവരെ, കുരിശിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ ക്രൈസ്തവരുടെ ജീവിതത്തിൽ എന്തുമാത്രം കുരിശിന് സ്വാധീനമുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ശാലോം പബ്ലിക്കേഷൻ്റെ സോഫിയ ബുക്സ് ഇറക്കിയ ദൈവനഗരം എന്ന പുസ്തകത്തിൽ, ആ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ ബ്രദർ ബെന്നി പുന്നത്തറ എഴുതിയിട്ടുണ്ട്, അമേരിക്കയിലെ ന്യൂ മെക്സിക്കോയിലും ടെക്സാസ് പോലെയുള്ള പ്രദേശങ്ങളിൽ വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടെ സ്പാനിഷ് വൈദികർ ക്രിസ്തുവിൻ്റെ സുവിശേഷവുമായിട്ട് കടന്നു ചെല്ലുകയാണ്. അപ്പോൾ അവരവിടെ ചെല്ലാൻ കാരണം അവിടെ കഴിയുന്ന ആദിവാസികൾ പോലെയുള്ള മനുഷ്യർക്ക് അവർക്ക് യേശുവിലുള്ള വിശ്വാസമില്ല, അവർ യേശുവിനെ അറിയുകയില്ല എന്ന ധാരണയോടുകൂടിയാണ് ഈ സ്പാനിഷ് വൈദികർ അവിടെ ചെല്ലുന്നത്. പക്ഷേ ഈ സ്പാനിഷ് വൈദികർ അവിടെ ചെന്നപ്പോൾ അവരെ അതിശയിപ്പിച്ച കാഴ്ച, അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരെല്ലാവരും ഈ വൈദികരെ സ്വീകരിച്ചത് കയ്യിൽ ഓരോ കുരിശും പിടിച്ചുകൊണ്ടാണ്. അപ്പോൾ യേശുവിനെക്കുറിച്ച് അവരോട് പറയാൻ പോയ ഈ വൈദികരും ആ കൂട്ടത്തിലുണ്ടായിരുന്നവരും അതിശയിച്ചു പോയി. അവർ അവരോട് ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ ഈ കുരിശിനെക്കുറിച്ച് മനസ്സിലാക്കിയത്? അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മനുഷ്യർ സ്പാനിഷ് വൈദികരോട് പറഞ്ഞു, ഞങ്ങൾക്ക് കുരിശിനെക്കുറിച്ച് അറിയാം, കുരിശിൻ്റെ ശക്തിയെക്കുറിച്ചറിയാം, കുരിശിലൂടെ യേശു ലോകത്തെ രക്ഷിച്ചതിനെക്കുറിച്ചറിയാം, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കുരിശുമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. വളരെ മനോഹരമായ കാര്യങ്ങളാണ് ആ പുസ്തകത്തിൽ ഉള്ളത്. ദൈവനഗരം എന്ന പുസ്തകം വായിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അവിടെ അവർക്ക് എങ്ങനെയാണ് ഈ അറിവുകൾ ലഭിച്ചത്? അവിടെ ആരും കടന്നു ചെന്നിട്ടില്ലായിരുന്നു, പക്ഷേ എങ്ങനെയാണ് അറിവുകൾ ലഭിച്ചതെന്നൊക്കെ അതിൽ വിശദീകരിക്കുന്നുണ്ട്. ആഗ്രേദായിലെ വാഴ്ത്തപ്പെട്ട മരിയ എന്ന സിസ്റ്റർ, ആ സിസ്റ്ററിനുണ്ടായിരുന്ന പ്രത്യേകമായ ദൈവകൃപയാൽ, ബൈലൊക്കേഷൻ, 2 സ്ഥലത്ത് ഒരേ സമയം ആയിരിക്കുവാനുള്ള കൃപയാൽ ഈ സ്ഥലങ്ങളിലൊക്കെ പോയി പ്രാർത്ഥനയുടെ സമയങ്ങളിൽ യേശുവിനെക്കുറിച്ചും യേശുവിൻ്റെ കുരിശിലൂടെയുള്ള രക്ഷയെക്കുറിച്ചും പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ, ഈ സ്പാനിഷ് വൈദികർ, ഇവരെ സ്വീകരിക്കാൻ വന്നപ്പോൾ കുരിശുമായിട്ട് വന്നതെന്ന് ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്.
അതേ സ്നേഹമുള്ളവരെ, യേശുവിൽ വിശ്വസിക്കുന്നവരുടെ, യേശുവിൻ്റെ ശക്തിയിൽ വിശ്വസിക്കുന്നവരുടെ അടയാളമാണ് കുരിശടയാളം. യേശുവിനെ ജീവിതത്തിൽ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച ഏതൊരാളും കുരിശിൻ്റെ പ്രാധാന്യവും ശക്തിയും തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ തിരുസഭയിലെ പ്രാർത്ഥനകളിലൂടെ കടന്നു പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, തിരുസഭയിൽ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് പരിശുദ്ധ കുർബാന. പരിശുദ്ധ കുർബാനയുടെ തുടക്കത്തിലും പരിശുദ്ധ കുർബാനയുടെ സമാപനത്തിലും വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തോടുകൂടെയാണ് പരിശുദ്ധ കുർബാന ആരംഭിക്കുന്നത്. അതേപോലെ തിരുസഭയിലെ എല്ലാ പ്രാർത്ഥനകളും, ഒരുവിധം എല്ലാ പ്രാർത്ഥനകളും ആരംഭിക്കുന്നത് വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ പ്രാർത്ഥിച്ചിട്ടാണ്, കുരിശിൻ്റെ അടയാളത്താൽ പ്രാർത്ഥിച്ചിട്ടാണ്. ഇതെല്ലാം കാണിക്കുന്നത് തിരുസഭയിൽ അല്ലെങ്കിൽ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കുരിശിന് എന്തുമാത്രം പ്രാധാന്യമുണ്ട്, കുരിശിന് എന്തുമാത്രം സ്വാധീനമുണ്ട് എന്നുള്ള വലിയ സത്യമാണ്. സ്നേഹമുള്ളവരെ, യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തികളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ, ഈ ഭൂമിയിൽ യേശുവിൽ വിശ്വസിച്ച് ജീവിക്കുന്നവരുടെ ഭൂരിഭാഗം പേരുടെയും കഴുത്തിൽ മാലയുണ്ടാകും. ആ മാലയിൽ ഒരു കുരിശുണ്ടാകും. കോടിക്കണക്കിന് മനുഷ്യർ അവരുടെ കഴുത്തിൽ കുരിശടയാളം അണിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? കുരിശ് ഒരു ക്രൈസ്തവന്, യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് എന്തുമാത്രം ശക്തി പകരുന്നു, കുരിശിന് എന്തുമാത്രം പ്രാധാന്യമുണ്ട് ജീവിതത്തിൽ എന്ന് കാണിക്കുന്നതാണ്. അതോടൊപ്പം നമ്മൾ ഓരോ കുടുംബത്തിലേക്കും കടന്നു ചെന്നാലും, യേശുവിൽ വിശ്വസിക്കുന്നവരുടെ കുടുംബങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ, അവരുടെ പ്രധാനപ്പെട്ട മുറികളിലെല്ലാം കുരിശടയാളം, കുരിശ് വച്ചിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. പ്രാർത്ഥനാ മുറിയിൽ തീർച്ചയായിട്ടും വിശുദ്ധ കുരിശുണ്ടാകും. അതോടൊപ്പം ഭക്ഷണം കഴിക്കാൻ ഒരുമിച്ച് കൂടുന്ന മുറിയിൽ അവിടെയും കുരിശടയാളം വച്ചിട്ടുണ്ട്. അതോടൊപ്പം കിടന്നുറങ്ങുന്ന മുറികളിൽ കുരിശടയാളം വച്ചിട്ടുണ്ട്. ക്രൂശിതൻ്റെ രൂപം, വിശുദ്ധ കുരിശ് വച്ചിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? വിശുദ്ധ കുരിശിൻ്റെ സ്വാധീനം എന്തുമാത്രം യേശുവിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിലുണ്ട് എന്നാണ്. സ്നേഹമുള്ളവരെ, ഒരിക്കൽ ഞാനൊരു യാത്ര പോകുമ്പോൾ ബാംഗ്ലൂരിൽ ധർമാരാം കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയമാണ്. അവിടെയുള്ള അച്ഛന്മാരും സിസ്റ്റേഴ്സും എല്ലാവരും കൂടെ ഒരു യാത്ര പോവുകയായിരുന്നു. യാത്ര പോകുമ്പോൾ അതൊരു ഉല്ലാസയാത്രയായിരുന്നു. പാട്ടുകൾ പാടിയും കൈയടിച്ചും ഒക്കെ വളരെ സന്തോഷത്തോടെ എല്ലാവരും യാത്ര ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ആ ബസ്സിലുണ്ടായിരുന്ന ഒരു സിസ്റ്റർ വളരെ അസ്വസ്ഥയായിട്ട് കണ്ണുനീരൊക്കെ തുടയ്ക്കുന്നുണ്ട്. ഈ സന്തോഷത്തിലൊന്നും ആ സിസ്റ്ററിന് പങ്കെടുക്കാൻ സാധിക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആ സിസ്റ്ററോട് ചോദിച്ചു, സിസ്റ്ററെ, എന്താണ് കരയുന്നത്? എന്താണ് സംഭവിച്ചത്? അപ്പോൾ ആ സിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ, എൻ്റെ മാലയിലുണ്ടായിരുന്ന ആ ക്രൂശിത രൂപം കാണാനില്ല, കുരിശ് എവിടെയോ നഷ്ടപ്പെട്ടു പോയി, അതാണ് ഞാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, ചിന്തിച്ചാൽ ആ സിസ്റ്ററിൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഒരു സ്റ്റീൽ മാലയാണ്. അതിലുണ്ടായിരുന്നത് ഒരു സ്റ്റീലിൻ്റെ കുരിശാണ്. അത് നമുക്ക് കുറച്ച് പണം കൊടുത്താൽ വാങ്ങാൻ സാധിക്കും. പക്ഷേ ആ സിസ്റ്ററിൻ്റെ കഴുത്തിലെ ആ മാലയിൽ നിന്ന് ആ കുരിശ് നഷ്ടപ്പെട്ടു പോയ ആ നിമിഷം മുതൽ, അത് തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ ആ സിസ്റ്റർ അസ്വസ്ഥയാകാൻ തുടങ്ങി. സങ്കടം കൊണ്ട് നിറഞ്ഞു. അവർ കരയാൻ തുടങ്ങി. കാരണം ഈ കഴുത്തിൽ കിടക്കുന്ന ഈ മാലയിലെ കുരിശിന് എന്തുമാത്രം തൻ്റെ ജീവിതത്തോട് ബന്ധമുണ്ട്, ജീവിതത്തിൽ സ്വാധീനമുണ്ട് എന്ന് ആ സിസ്റ്റർ തിരിച്ചറിയുന്നത് കൊണ്ടാണ്. സ്നേഹമുള്ളവർ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയുടെയും, ഓരോ മകൻ്റെയും മകളുടെയും ജീവിതത്തിൽ കുരിശടയാളത്തിന്, വിശുദ്ധ കുരിശിനുള്ള സ്വാധീനം വളരെ വലുതാണ്. ഒരിക്കൽ വിശുദ്ധ ബർണദീത്ത പുണ്യവതിയോട് ഒരു നോവിസ്, സിസ്റ്റർ ആകാൻ ഒരുങ്ങുന്നവർ, പരിശീലനത്തിലുള്ളവരാണ് ഈ നോവിസ് എന്നറിയപ്പെടുന്നത്, ഒരു നോവിസ് വിശുദ്ധ ബർണദീത്ത പുണ്യവതിയോട് ഇപ്രകാരം ചോദിച്ചു, എനിക്ക് സ്വർഗത്തിലേക്ക് പോകണം, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതാണ് വിശുദ്ധ ബർണദീത്തയോട് ചോദിച്ചത്. എനിക്ക് സ്വർഗത്തിലേക്ക് പോകണം, അതിന് ഞാൻ എന്തു ചെയ്യണം? ആ കുട്ടി, ആ നോവിസ് വളരെ ആത്മാർത്ഥമായിട്ട് ചോദിച്ചതാണ്.
അപ്പോൾ വിശുദ്ധ ബെർണദീത്ത ആ നോവിസിന് നൽകിയ മറുപടി ഇതാണ്: ശരിയായ വിധം കുരിശു വരച്ച് പ്രാർത്ഥിക്കുക, അതിൽ തന്നെ വലിയ കാര്യമാണ്. എത്ര മനോഹരമായ ഉപദേശമാണ് ബെർണദീത്ത ആ നോവിസിന് നൽകിയത്. ശരിയായ വിധം കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ചാൽ, ആ ശക്തി മനസ്സിലാക്കിയാൽ, ആ കൃപ തിരിച്ചറിഞ്ഞാൽ ഒരാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള അഭിഷേകം, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള കൃപകൾ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള അനുഗ്രഹങ്ങൾ കുരിശടയാളത്തിലൂടെ ലഭിക്കുമെന്നല്ലേ വിശുദ്ധ ആ നോവിസിനോട് പറഞ്ഞത്. സ്നേഹമുള്ളവരെ, കുരിശിൽ വലിയ ശക്തിയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 14 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ യേശു ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്: മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ഈശോയുടെ വാക്കുകളാണ്. മോശ മരുഭൂമിയിൽ എന്തിനു വേണ്ടിയാണ് സർപ്പത്തെ ഉയർത്തിയത്? ആര് പറഞ്ഞിട്ടാണ് സർപ്പത്തെ ഉയർത്തിയത് എന്ന് നമുക്കറിയാം. നമ്മൾ ഇസ്രായേൽക്കാരുടെ ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ സംഖ്യയുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. സംഖ്യയുടെ പുസ്തകം 21-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇസ്രായേൽ ജനങ്ങൾ മോശയ്ക്കും കർത്താവിനുമെതിരായിട്ട് അവർ പിറുപിറുക്കുകയാണ്. ഈ അപ്പം, വിലയില്ലാത്ത അപ്പം തിന്ന് ഞങ്ങൾ മടുത്തു എന്ന് പറഞ്ഞ്. അങ്ങനെ ദൈവത്തിൻ്റെ കോപമുണ്ടായി. ആഗ്നേയ സർപ്പങ്ങൾ അവിടെ വന്നു. ആഗ്നേയ സർപ്പങ്ങളുടെ ദംശനമേറ്റ് ആളുകൾ മരിക്കാൻ തുടങ്ങി. ആളുകൾ പരിഭ്രാന്തരായി. അവരെല്ലാവരും മോശയുടെ അരികിലേക്ക് ഓടി വന്നു. ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾക്ക് രക്ഷപ്പെടണം, ഞങ്ങളെ ഈ മരണത്തിൽ നിന്ന് രക്ഷിക്കണം എന്നവർ മോശയോട് കരഞ്ഞപേക്ഷിച്ചു. മോശ ദൈവത്തിന് മുമ്പിൽ ഇസ്രായേൽ ജനത്തിനു വേണ്ടി മാധ്യസ്ഥം വഹിച്ചു. അപ്പോൾ ദൈവം മോശയോട് ആവശ്യപ്പെട്ട കാര്യം ഇതായിരുന്നു: ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി ഉയർത്തി നിർത്തുക, അതിലേക്ക് നോക്കുന്നവർ രക്ഷ പ്രാപിക്കും. സ്നേഹമുള്ളവരെ, ദൈവം ആവശ്യപ്പെട്ടതുപോലെ മോശ ചെയ്തു. മോശ ചെയ്തതനുസരിച്ച് ആ പിച്ചള സർപ്പത്തിലേക്ക് നോക്കിയവരെല്ലാം സർപ്പത്തിൻ്റെ ദംശനമേറ്റെങ്കിലും, മാരകമായ വിഷം അവരുടെ ശരീരത്തിലേക്ക് കയറിയെങ്കിലും അവർ ദൈവം പറഞ്ഞതുപോലെ പിച്ചള സർപ്പത്തിലേക്ക് നോക്കിയപ്പോൾ അവരെല്ലാവരും രക്ഷയിലേക്ക് കടന്നു വന്നു. അപ്പോൾ ഈശോ ഇവിടെ പറയുകയാണ്, അന്ന് അതൊരു മരണത്തിൻ്റെ അടയാളമായിരുന്നു, അല്ലെങ്കിൽ മരണത്തിൻ്റെ ഒരു സോഴ്സ് ആയിരുന്നു ഈ പാമ്പും പാമ്പിൻ്റെ ദംശനവും. അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ദൈവം ആവശ്യപ്പെട്ടതുപോലെ പ്രകാരം ചെയ്തപ്പോൾ അവർ ജീവനിലേക്ക് കടന്നു വന്നു. മനുഷ്യവർഗം പാപത്തിലൂടെ മരണത്തിലേക്ക് കടന്നു വന്ന മനുഷ്യർക്ക് രക്ഷ പ്രാപിക്കുവാൻ പിതാവായ ദൈവം നൽകുന്ന വലിയൊരു അടയാളമാണ് യേശുവിൻ്റെ കുരിശ്. ആ കുരിശിലേക്ക് നോക്കുന്നവർക്കെല്ലാം രക്ഷയുണ്ട്, ജീവനുണ്ട്, സൗഖ്യമുണ്ട്, വിടുതലുണ്ട്, അഭിഷേകമുണ്ട്. അതാണ് യേശു നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഈ വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം ഇതെങ്ങനെയാണ്, എന്നു മുതലാണ് ഈ പുകഴ്ചയുടെ തിരുനാൾ ആരംഭിച്ചതെന്നൊക്കെ നമുക്കറിയാം. എങ്കിലും കുറച്ച് ചരിത്രത്തിലേക്ക് നമ്മൾ പോയാൽ നമുക്കറിയാം, AD 300 ശേഷമാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഒരു യുദ്ധത്തിൽ പരാജയത്തിലൂടെ കടന്നു പോകുന്ന സമയം അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവം അദ്ദേഹത്തിന് സ്വപ്നത്തിലൂടെ ഒരു കാര്യം വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു: കുരിശിൻ്റെ അടയാളത്തിൽ യുദ്ധത്തിന് പോവുക, അപ്പോൾ നിനക്ക് വിജയം കിട്ടും. അങ്ങനെ ആ സ്വപ്നത്തിൽ കണ്ടതനുസരിച്ച് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി കാര്യങ്ങൾ ക്രമപ്പെടുത്തി അവർ ആ യുദ്ധത്തിൽ വിജയിച്ചു. പിന്നീട് ക്രൈസ്തവർക്ക് വളരെയധികം സ്വാതന്ത്ര്യവും മതസ്വാതന്ത്ര്യവും യേശുവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പഠിപ്പിക്കുവാനും പറയുവാനുമുള്ള അവസരവും സ്വാതന്ത്ര്യവും ലഭിക്കുകയും തുടർന്ന് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മയായ ഹെലന രാജ്ഞി, അവർ വിശുദ്ധയായ ഒരു സ്ത്രീയായിരുന്നു. അവർക്ക് യേശു മരിച്ച യഥാർത്ഥ കുരിശ് കണ്ടെത്തണമെന്നുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് ഏകദേശം 80 വയസ്സുള്ളപ്പോഴാണ് അവരതൊക്കെ ചെയ്യുന്നത് എന്നാണ് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചത്. സ്നേഹമുള്ളവരെ, ആ തീഷ്ണതയുള്ള വിശുദ്ധ ഹെലന രാജ്ഞിയുടെ പരിശ്രമത്താൽ അങ്ങനെ യേശു മരിച്ച യഥാർത്ഥ കുരിശ് കണ്ടെത്തുകയാണ്.
യേശു മരിച്ച യഥാർത്ഥ കുരിശ് കണ്ടെത്തിയതും വളരെ അതിശയകരമായ ഒരു അനുഭവത്തിലൂടെയാണ് നമുക്കറിയാം. ഒരു മരിച്ച വ്യക്തിയുടെ ഒരു ശവസംസ്കാരം നടക്കുമ്പോൾ അവിടെ വെച്ച് ആ വ്യക്തിയെ അവിടെ ഉണ്ടായിരുന്ന കുരിശുകളിൽ മുട്ടിച്ചു നോക്കിയപ്പോൾ യേശു മരിച്ച യഥാർത്ഥ കുരിശിൽ തൊട്ടപ്പോൾ ആ വ്യക്തിക്ക് ജീവൻ ലഭിക്കുകയാണ്. സ്നേഹമുള്ളവരെ, അങ്ങനെയാണ് ഹെലന രാജ്ഞിയുടെ നേതൃത്വത്തിൽ യേശു മരിച്ച കുരിശ് ഏതാണെന്ന് കണ്ടുപിടിച്ചത്. പിന്നീട് അതിനുശേഷമാണ് തിരുസഭയിൽ ഈ വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ആരംഭിക്കുന്നത്. സ്നേഹമുള്ളവരെ, വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിന് വലിയ അർത്ഥമുണ്ട്. കാരണം ക്രൈസ്തവ ജീവിതത്തിലേക്ക് വലിയ ശക്തിയും രക്ഷയും സൗഖ്യവും വിടുതലും കടന്നു വരുന്നത് വിശുദ്ധ കുരിശിലൂടെയാണ്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വിശുദ്ധ കുരിശിനോട് എനിക്ക് ആഴമായ ഒരു ബന്ധവും അടുപ്പമുണ്ട്. കാരണം ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത് ചാലക്കുടി സെൻറ്റ് മേരീസ് ഫൊറോന പള്ളി ഇടവകയിലാണ് എൻ്റെ കുടുംബം, എൻ്റെ വീട്ടുകാർ അംഗങ്ങളായിരിക്കുന്നത്. എന്നാൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇരിഞ്ഞാലക്കുടയടുത്ത് മാപ്രാണം ഹോളി ക്രോസ് ചർച്ചിലായിരുന്നു ഞങ്ങൾ ഇടവകക്കാരായിരുന്നത്. അവിടെ വെച്ചാണ് എനിക്ക് ദൈവവിളി ലഭിക്കുന്നതും ഞാനൊരു പുരോഹിതനാകുന്നതും എല്ലാം ഈ മാപ്രാണം മാർസ്ലീവ പള്ളിയിൽ വെച്ചാണ്. മാപ്രാണം മാർസ്ലീവ പള്ളി ഹോളി ക്രോസ് ചർച്ച്, അവിടെ യേശു മരിച്ച വിശുദ്ധ കുരിശിൻ്റെ ഒരു ചെറിയ ഭാഗം തിരുശേഷിപ്പായി അവിടെ സൂക്ഷിക്കുന്നുണ്ട്. അതാണ് വർഷങ്ങളായി നൂറ്റാണ്ടുകളായിട്ടുള്ള വിശ്വാസം. വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളും ആ തിരുനാളിനോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങളും ഇരിഞ്ഞാലക്കുട രൂപതയിലെ മാപ്രാണത്തെ ഈ ഹോളി ക്രോസ് ചർച്ചിൽ മാർസ്ലീവ പള്ളിയിൽ അതിഗംഭീരമാണ്, വളരെ കേമമായിട്ടാണ് നടത്തുക. അപ്പോൾ കുട്ടിയായിരുന്ന കാലത്ത് ഈ വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളും ആഘോഷങ്ങളും എന്നെ വളരെയധികം ആകർഷിച്ചിട്ടുണ്ട്. ആ പള്ളിയിൽ വച്ചിട്ടാണ് ഒരു വൈദികനാകണം എന്നുള്ള ആഗ്രഹം എനിക്ക് ലഭിക്കുന്നത്. വാസ്തവത്തിൽ 10ാം ക്ലാസ് വരെയൊക്കെ പഠിക്കുമ്പോഴും എനിക്ക് അങ്ങനെ ഒരു വൈദികനാകണമെന്നോ സെമിനാരിൽ ചേരണമെന്നോ ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ 10ാം ക്ലാസ്സിന് ശേഷം ഞാൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന ഒരു കോഴ്സ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ്, അത് പൂർത്തിയാകുന്നതിന് മുമ്പാണ്, ഈ മാർസ്ലീവ പള്ളിയിൽ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയം എനിക്ക് ശക്തമായി ദൈവവിളി ലഭിക്കുന്നത്, അല്ലെങ്കിൽ ശക്തമായ ഒരു പുരോഹിതനാകാനുള്ള ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. പക്ഷേ എനിക്ക് അന്ന് ആ ദൈവവിളി സ്വീകരിക്കുവാനുള്ള താല്പര്യമോ ആഗ്രഹമോ വാസ്തവത്തിൽ ആദ്യമുണ്ടായിരുന്നില്ല. പിന്നീടുള്ള ദിവസങ്ങളിൽ ഞാൻ അത് കാര്യമായിട്ട് കണക്കാക്കാതിരുന്ന ദിവസം രാത്രികാലങ്ങളിൽ എനിക്ക് ശക്തമായ വയറുവേദന വരുമായിരുന്നു. ഞാൻ അങ്ങനെ എൻ്റെ വീടിനകത്ത് രാത്രിയിൽ എഴുന്നേറ്റ് നടക്കുമ്പോൾ എൻ്റെ അമ്മയ്ക്കും സഹോദരങ്ങൾക്കും ഒക്കെ വലിയ സങ്കടമായിരുന്നു. വാസ്തവത്തിൽ പല ചികിത്സകളിലൂടെയൊക്കെ പോയി. അപ്പോൾ എൻ്റെ ഉള്ളിൽ തന്നെ ഒരു പ്രേരണ വന്നു. ദൈവത്തിൻ്റെ വിളിയോട് ശരിയായ വിധത്തിൽ ഉത്തരം നൽകാത്തത് കൊണ്ടാണ് ഈ രോഗപീഠ അലട്ടുന്നത്. ദൈവത്തിൻ്റെ വിളിക്ക് ശരിയായ ഉത്തരം നൽകിയാൽ ഇത് മാറും. അത് പ്രാർത്ഥിച്ചപ്പോൾ എനിക്കത് വെളിപ്പെട്ട് കിട്ടി. സ്നേഹമുള്ളവരെ, മാപ്രാണത്തെ ആ മാർസ്ലീവ പള്ളിയിൽ പോയി കർത്താവിൻ്റെ മുമ്പിലിരുന്ന് ഞാൻ ആ തീരുമാനമെടുത്തു. ഞാൻ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ അഭിഷിക്തനാകാൻ ഞാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അവിടെ വെച്ച് തീരുമാനിക്കുകയും അവിടെ വെച്ച് ഞാൻ ഈശോയോട് നിരന്തരം സെമിനാരി കാലത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ വിശുദ്ധ കുരിശിൻ്റെ ശക്തിയെക്കുറിച്ച്, വിശുദ്ധ കുരിശിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി പ്രഘോഷിക്കാനുള്ള ശക്തിയും കൃപയും എനിക്ക് തരണമേ എന്ന്. സ്നേഹമുള്ളവരെ, ഈ അടുത്ത നാളിൽ ഈ ഷാലോം ടിവിയിലേക്ക് വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളനുബന്ധിച്ചുള്ള ഈ ധ്യാനത്തിലേക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നെ ഓർമ്മിപ്പിച്ചു വിശുദ്ധ കുരിശിൻ്റെ ദേവാലയത്തിൽ ദൈവവിളി ലഭിച്ചതും വിശുദ്ധ കുരിശിൻ്റെ ശക്തി എൻ്റെ ജീവിതത്തിൽ ഞാൻ പലവട്ടം അനുഭവിച്ചിട്ടുള്ളതും. മാപ്രാണം മാർസ്ലീവ പള്ളി വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ സംഭവിക്കുന്ന ഒരു പള്ളിയാണ്. അവിടെ ഓരോ തിരുനാളിലും പല വ്യക്തികളുടെയും വെയ്റ്റിനനുസരിച്ച്, തൂക്കത്തിനനുസരിച്ച് 75, 80, 100 കിലോയിലൊക്കെയുള്ള തിരികൾ അവിടെ കൊണ്ടുവന്ന് കത്തിക്കുമായിരുന്നു. അനുഗ്രഹം ലഭിച്ചവരാണ് അവിടെ വരുന്നത്. സ്നേഹമുള്ളവരെ, എൻ്റെ ജീവിതത്തിലും ഞാൻ തൊട്ടറിഞ്ഞ, അനുഭവിച്ചറിഞ്ഞ വലിയൊരു ശക്തിയാണ് വിശുദ്ധ കുരിശിൻ്റെ ശക്തി, വിശുദ്ധ കുരിശിലൂടെയുള്ള അഭിഷേകവും കൃപയും.
വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ നമ്മളെല്ലാവരും വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഒരിക്കൽ ഇങ്ങനെയാണ് പറഞ്ഞത്: എൻ്റെ എല്ലാ ജ്ഞാനവും എനിക്ക് ലഭിച്ചത് കുരിശാകുന്ന പുസ്തകത്തിൽ നിന്നാണ്. കുരിശാകുന്ന പുസ്തകത്തിൽ നിന്നാണ് എനിക്കുള്ള എല്ലാ ജ്ഞാനവും എനിക്ക് ലഭിച്ചത്. നമുക്കറിയാം വിശുദ്ധ ഫ്രാൻസിസ് അസീസി ആത്മീയതയിൽ എന്തുമാത്രം ജ്ഞാനം, അറിവുള്ള വ്യക്തിയായിരുന്നുവെന്ന്. അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയും പ്രവർത്തനങ്ങളും എത്രയോ പേർ അനുകരിക്കുന്നു. സ്നേഹമുള്ളവരെ, അദ്ദേഹത്തിന് ജ്ഞാനവും അറിവും അഭിഷേകവും ലഭിച്ചത് വിശുദ്ധ കുരിശിൽ നിന്നാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ലീമായിലെ വിശുദ്ധ റോസ ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു: കുരിശു കൂടാതെ ഒരു ഗോവണി സ്വർഗത്തിലേക്ക് കയറിപ്പോകുവാനില്ല. കുരിശു കൂടാതെ ഒരു ഗോവണി സ്വർഗത്തിലേക്ക് കയറിപ്പോകാനില്ല. ലീമായിലെ വിശുദ്ധ റോസയുടെ വാക്കുകളാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൻ്റെ ശക്തി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വിശുദ്ധ കുരിശിലൂടെ ശക്തമായ സൗഖ്യത്തിലേക്കും അഭിഷേകത്തിലേക്കും നമ്മൾ കടന്നു വരേണ്ടതുണ്ട്. സ്നേഹമുള്ളവരെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ എന്ന പ്രാർത്ഥന വളരെ ശക്തിയുള്ളതാണ്. ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ എന്ന പ്രാർത്ഥന വിശ്വാസത്തോടും ശ്രദ്ധയോടും ഒരുക്കത്തോടും ഭക്തിയോടും കൂടെ ചൊല്ലിയാൽ നമ്മളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം നമുക്ക് ലഭിക്കും. സ്നേഹമുള്ളവരെ, ഈ 5 ദിവസത്തെ വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിനോടനുബന്ധിച്ച ഈ ധ്യാനത്തിൽ നമുക്ക് വിശുദ്ധ കുരിശിൻ്റെ ശക്തി അനുഭവിക്കുവാൻ ഇടവരുത്തട്ടെ. അതോടൊപ്പം നമുക്ക് ഈ ധ്യാനത്തിൽ സംബന്ധിക്കുമ്പോൾ ഓരോ ദിവസവും വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ച് നമുക്ക് ഈ ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. സാധിക്കുന്നവർ ഈ ദിവസങ്ങളിൽ ഒരു കുരിശിൻ്റെ വഴി ചൊല്ലി ഈ ധ്യാന ദിവസങ്ങളിൽ ഈ കുരിശിൻ്റെ ശക്തിയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ എന്ന പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഭവമായി വലിയ ശക്തിയായി മാറും. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും വേണ്ടത്ര ശ്രദ്ധയും ഭക്തിയും വിശ്വാസവും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളുടെ ജീവിതത്തിലേക്ക് ശക്തിയും ചൈതന്യവും കടന്നു വരാത്തത്. അതോടൊപ്പം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന പ്രാർത്ഥന നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ ത്രിത്വത്തോടുള്ള മനോഹരമായ പ്രാർത്ഥനയാണ്. നെറ്റിയിലേക്ക് നമ്മുടെ കരം ഉയരുമ്പോൾ നമ്മെ സൃഷ്ടിച്ച പിതാവായ ദൈവത്തെയാണ് നമ്മൾ ഓർക്കേണ്ടത്. നെഞ്ചിലേക്ക് കരങ്ങൾ താഴുമ്പോൾ നമുക്ക് വേണ്ടി സ്വർഗം വിട്ടിറങ്ങിയ പുത്രനായ ദൈവത്തെയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. നെഞ്ചിൽ നിന്ന് ഇടതുഭാഗത്തിലേക്ക് നമ്മുടെ കരം നീങ്ങുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ ദൈവത്തിൻ്റെയും സ്നേഹവും ജീവനുമായ പരിശുദ്ധാത്മാവിനെയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഇടതുവശത്തു നിന്ന് വലതുവശത്തേക്ക് നമ്മൾ കൈ വരയ്ക്കുമ്പോൾ, കൈ എത്തുമ്പോൾ നമ്മൾ ഓർക്കുന്നത് യേശുവിൻ്റെ പീഡാസഹനവും മരണവുമാണ്. കുരിശ് വര പൂർത്തിയാകുമ്പോൾ ത്രിയേക ദൈവത്തിന് നമ്മൾ നമ്മെ തന്നെ സമർപ്പിക്കുകയാണ്. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിനോടനുബന്ധിച്ചുള്ള ഈ 5 ദിവസത്തെ ധ്യാനം നമുക്ക് ഏറ്റവും അനുഗ്രഹപ്രദമാക്കാം. ഇപ്പോൾ നമ്മൾ ആ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുന്നു. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനയിലേക്ക് നമ്മൾ കടക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ ഓരോ ദിവസവും നമ്മൾ ഈ ധ്യാനം ആരംഭിക്കുക വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ പ്രാർത്ഥിച്ചാണ്. നമുക്കൊന്നു ചേർന്ന് ഈ പ്രാർത്ഥന ചൊല്ലി നമ്മളുടെ ജീവിതത്തെയും നമ്മുടെ കുടുംബത്തെയും വിശുദ്ധ കുരിശിനും വിശുദ്ധ കുരിശിൻ്റെ ശക്തി കൊണ്ട് നിറയാനുമായി സമർപ്പിച്ച് നമുക്ക് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. ആരാധനയ്ക്കായി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. നമുക്ക് വിശുദ്ധ കുരിശിൻ്റെ അടയാളം വരച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹമുള്ളവരെ, ഇന്ന് നമുക്ക് പലവട്ടം ആവർത്തിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രാർത്ഥന ഇതാണ്. നമ്മുടെ വീട്ടിലുള്ള ഒരു ക്രൂശ് രൂപം നമ്മുടെ കയ്യിൽ പിടിച്ച്
നമ്മൾ പലവട്ടം ഇങ്ങനെ ആവർത്തിച്ച് പ്രാർത്ഥിക്കുക. കുരിശാണ് രക്ഷ, കുരിശിലാണ് രക്ഷ, കുരിശിലാണ് വിജയം. ഈ പ്രാർത്ഥന കുരിശ് നമ്മുടെ കയ്യിൽ പിടിച്ച് നമുക്ക് പലവട്ടം ആവർത്തിക്കാം. കുരിശിൻ്റെ രക്ഷയും കുരിശിൻ്റെ സൗഖ്യവും കുരിശിൻ്റെ വിജയവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. കുരിശാണ് രക്ഷ, കുരിശിലാണ് രക്ഷ, കുരിശിലാണ് വിജയം. പ്രൈസ് ദ ലോർഡ്. അങ്ങേപ്പോലെൻ ദൈവമേ ആരുള്ളീ ലോകേ, അങ്ങേ അല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയനേ, അങ്ങോ മാത്രമാണെന്നും എൻ്റെ സർവസ്വം. അങ്ങേപ്പോലെൻ ദൈവമേ ആരുള്ളീ ലോകേ, അങ്ങേയല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്നൻ പ്രാണപ്രിയനേ, അങ്ങോ മാത്രമാണെന്നും എൻ്റെ സർവസ്വം. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ അരികിലേക്ക് കടന്നു വന്നിരിക്കുന്ന വിശുദ്ധമായ നിമിഷങ്ങളാണ്. സ്നേഹമുള്ളവരെ, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളതെന്ന് കർത്താവിൻ്റെ വചനം നമ്മോട് ചോദിക്കുന്നു. നമ്മുടെ ദൈവം, നമ്മുടെ കർത്താവ്, ജീവിക്കുന്ന ദൈവം നമ്മുടെ അരികിലേക്ക്, നമ്മുടെ ഇടയിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന പരിശുദ്ധമായ നിമിഷങ്ങളാണത്. ഈശോയിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും സുഖപ്പെടുത്തുന്ന ശക്തി, വിടുതൽ നൽകുന്ന ശക്തി പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധമായ നിമിഷങ്ങളാണ്. വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് ദിവ്യകാരുണ്യ ഈശോയെ നമുക്ക് കാണാം. ഈശോയുടെ സാന്നിധ്യത്തിൽ ഏറ്റവും ഭക്തിയോടും ഏറ്റവും സ്നേഹത്തോടും കൂടെ നമുക്കായിരിക്കാം. സ്നേഹമുള്ളവരെ, വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിനോടനുബന്ധിച്ച് ശാലോം TV ഒരുക്കുന്ന വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ എന്ന 5 ദിവസത്തെ ധ്യാനത്തിൻ്റെ ആദ്യ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. വിശുദ്ധ കുരിശിൻ്റെ ശക്തിയും വിശുദ്ധ കുരിശിൻ്റെ പ്രാധാന്യവും മനസ്സിലാക്കിയാൽ മാത്രമേ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് നമുക്ക് ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷിക്കുവാനായി ഒരുങ്ങുന്ന നമുക്ക് വലിയ ദൈവകൃപ നമ്മുടെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും കടന്നു വരുന്നതിന് വേണ്ടി ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ,
വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിനൊരുക്കമായി ഈ ധ്യാനം 5 ദിവസം നമ്മൾ നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ ദൈവം നമ്മളിലേക്ക് ചൊരിയുന്ന സമയമാണ് തിരുനാളിൻ്റെ അവസരം. വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിൻ്റെ അവസരം വിശുദ്ധ കുരിശിൽ നിന്ന് രക്ഷയും സൗഖ്യവും വിടുതലും നമ്മുടെ ഭവനങ്ങളിലേക്ക് ഒഴുകുന്ന സമയമാണ്, നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകുന്ന സമയമാണ്. നമുക്ക് ഈ 5 ദിവസത്തെ ക്ലാസ്സിലും ധ്യാനത്തിലും ആരാധനയിലും പൂർണ്ണമായിട്ടും സംബന്ധിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കാരണം വിശുദ്ധ കുരിശിൻ്റെ ശക്തിയിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സൗഖ്യവും വിടുതലും സംഭവിക്കുക. കാരണം നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായ യേശു തൻ്റെ കുരിശിൽ മരിച്ച് കുരിശു മരണം വഴി പാപത്തിൻ്റെയും ലോകത്തിൻ്റെയും അടിമത്തങ്ങളിൽ നിന്ന് നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചത് കുരിശിലെ മരണത്തിലൂടെയാണ്. യേശുവിൻ്റെ കുരിശിനെ ധ്യാനിക്കുമ്പോഴും വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ പ്രാർത്ഥിക്കുമ്പോഴും ആ വലിയ ശക്തി നമ്മളിലേക്ക് കടന്നു വരും. സ്നേഹമുള്ളവരെ, നമുക്കെല്ലാവർക്കും ഈ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ എന്നുള്ള ഈ ധ്യാനത്തിൽ പൂർണ്ണമായിട്ടും സംബന്ധിക്കുന്നുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമ്മുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സൗഖ്യവും വിടുതലും അനുഗ്രഹങ്ങളും ഈ ആരാധനയിലൂടെ ലഭിക്കുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ കുരിശിൻ്റെ ശക്തി കടന്നു വരേണ്ട എല്ലാ മേഖലകളെയും നിയോഗങ്ങളായി നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഈ 5 ദിവസത്തെ ധ്യാനത്തിൽ നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന് ഏറ്റവും ആവശ്യമായ നിയോഗം നമുക്ക് ഓർക്കാം, ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈശോയെ ഈ 5 ദിവസത്തെ ധ്യാനത്തിലും ആരാധനയിലും പൂർണ്ണമായി സംബന്ധിക്കാനും വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ഏറ്റവും മനോഹരമായിട്ട് ആഘോഷിച്ച് ദൈവകൃപ സ്വന്തമാക്കാനും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ച് നമുക്കെല്ലാവർക്കും കരങ്ങൾ ഉയർത്തി അല്പസമയം ഈശോയെ സ്തുതിച്ച് ആരാധിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭവനങ്ങളിലുള്ള എല്ലാവരും ഞങ്ങളോട് ചേർന്ന് ഈശോയെ ആരാധിക്കട്ടെ. വിശുദ്ധ കുരിശിന്റെ ശക്തി, ദിവ്യകാരുണ്യത്തിന്റെ ശക്തി ഒഴുകുന്ന സമയമാണ്. വലിയ സൗഖ്യങ്ങളും വിടുതലും സംഭവിക്കുന്ന സമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. മഹത്വം കർത്താവേ, മഹത്വം കർത്താവേ. യേശുവേ ആരാധന, യേശുവേ ആരാധന. മഹത്വം, മഹത്വം, മഹത്വം കർത്താവേ. യേശുവേ നന്ദി, നന്ദി, നന്ദി. സ്തുതി, 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 സ്തുതി. മഹത്വം, 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 മഹത്വം. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ. മഹത്വം കർത്താവേ, മഹത്വം കർത്താവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ കുരിശ് ക്രൈസ്തവരുടെ അടയാളമാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വിശുദ്ധ കുരിശിനെ കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നത്, ക്രോസ് ഈസ് ദ സിംബൽ ഓഫ് ക്രിസ്ത്യാനിറ്റി. കുരിശ് ക്രൈസ്തവരുടെ അടയാളമാണ്. ക്രിസ്തുമതം, ക്രിസ്തുമതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കുരിശില്ലാത്ത, കുരിശടയാളമില്ലാത്ത ഒരു ക്രിസ്തുമതമില്ല, ക്രിസ്ത്യാനികളില്ല. സ്നേഹമുള്ളവർ, നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയുടെ അടയാളമാണ് കുരിശടയാളം. ഈ കുരിശടയാളത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ വലിയ ശക്തിയും അഭിഷേകവും നമ്മുടെ ജീവിതത്തിലേക്ക്, കുടുംബങ്ങളിലേക്ക് കടന്നു വരുന്നു. വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഒരിക്കൽ പറഞ്ഞു, കുരിശിൽ നിന്നാണ് ഞാനെല്ലാം പഠിച്ചത്, കുരിശാകുന്ന പുസ്തകത്തിൽ നിന്നാണ് എല്ലാ ജ്ഞാനവും എനിക്ക് ലഭിച്ചത്. അതേ സ്നേഹമുള്ളവരെ, കുരിശിലേക്ക് നോക്കുമ്പോൾ
കുരിശാകുന്ന പുസ്തകത്തിൽ നിന്നാണ് എല്ലാ അറിവുകളും നമുക്ക് ലഭിക്കുന്നത്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിക്ക് എല്ലാ ആത്മീയമായ അറിവുകളും ലഭിച്ചത് കുരിശാകുന്ന പുസ്തകത്തിൽ നിന്നാണ്. നമുക്കറിയാം, വിശുദ്ധ ഫ്രാൻസിസ് അസീസിയിലൂടെ ഈശോ പ്രവർത്തിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും എത്ര വലുതാണെന്ന് നമുക്കറിയാം. ലീമായിലെ വിശുദ്ധ റോസ് ഇപ്രകാരം പറഞ്ഞു: സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ കുരിശു കൂടാതെയുള്ള ഒരു ഗോവണിയില്ല. കുരിശു കൂടാതെ ഒരു ഗോവണിയില്ല സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ. അത് ലീമായിലെ വിശുദ്ധ റോസ് തൻ്റെ ആത്മീയ ജ്ഞാനത്തിൽ നിന്ന് നമുക്ക് പറഞ്ഞു തരുന്നതാണ്. അതെ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ, ദൈവത്തിൻ്റെ ശക്തി അനുഭവിക്കുവാൻ, വലിയ കൃപകളിലേക്ക് കടന്നു വരുവാൻ കുരിശാണ് നമ്മളെ സഹായിക്കുന്നത്. കുരിശാണ് രക്ഷ, കുരിശിലാണ് രക്ഷ, കുരിശിലാണ് വിജയം, കുരിശാണ് നമ്മളെ അനുഗ്രഹിക്കുന്നത്. മനോഹരമായ ആ ഗാനം നമുക്ക് ആലപിച്ച്, ദൈവമേ അങ്ങയുടെ കുരിശിലാണ് രക്ഷ, കുരിശാണ് രക്ഷ, കുരിശിലാണ് വിജയം. ഈ വിശ്വാസം ഞങ്ങളിൽ ഉറപ്പിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്കൊന്നു ചേർന്ന് ഈ ഗാനത്തോട് ചേർന്ന് പാടി നമുക്ക് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. വിശുദ്ധ കുരിശിൻ്റെ ശക്തി സ്വീകരിക്കുകയും ചെയ്യാം. കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. 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 കുരിശിലൂടെയാണ് ഈശോ മനുഷ്യവർഗത്തെ രക്ഷിച്ചത്. ആ കുരിശിലൂടെയാണ് നമ്മൾ ഇന്നും രക്ഷിക്കപ്പെടുന്നത്, അനുഗ്രഹിക്കപ്പെടുന്നത്, സുഖപ്പെടുന്നത്. ഈ കുരിശ് നമ്മുടെ ജീവിതത്തിൽ വലിയ തണലാണ്. ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും സങ്കടങ്ങളിലും നമ്മൾ കടന്നു പോകുമ്പോൾ കുരിശ് നമുക്ക് വലിയ തണലാണ്, വലിയ രക്ഷയാണ്. ഈശോയെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് പാടി പ്രാർത്ഥിക്കാം. കുരിശേകം തണലിൽ ഞാൻ അണഞ്ഞിടുന്നു, തിരുകുരിശേ പുൽകിടുന്നു. കുരിശേകം തണലിൽ ഞാൻ അണഞ്ഞിടുന്നു, തിരുകുരിശേ പുൽകിടുന്നു. മുറിവേറ്റു പിടയും എന്മേനിയെ കുരിശോടു ചേർത്തിടുന്നു. മുറിവേറ്റു പിടയും എന്മേനിയെ കുരിശോടു ചേർത്തിടുന്നു. കുരിശാണ് രക്ഷ, കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. എല്ലാവരും ചേർന്ന് വിശ്വാസത്തോടെ കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. മുറിവേറ്റ നമ്മുടെ ശരീരത്തിലേക്ക്, രോഗങ്ങളിലേക്ക്, നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിലേക്ക് ഈശോയെ കടന്നു വരണമേ, സുഖപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ നമ്മുടെ ശരീരത്തെയും ശരീരത്തിലെ മുറിവുകളെയും കർത്താവിന് സമർപ്പിച്ച് നമുക്ക് ആ ഈരടികൾ ഒരിക്കൽ കൂടെ പാടാം. മുറിവേറ്റ എൻ്റെ ശരീരത്തിലേക്ക് കർത്താവെ കടന്നു വരണം. കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. കുരിശേകം തണലിൽ
പിടയും എന്മേനിയെ കുരിശോടു ചേർത്തിടുന്നു. മുറിവേറ്റു പിടയും എന്മേനിയെ കുരിശോടു ചേർത്തിടുന്നു. കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. സ്നേഹമുള്ളവരെ, ഈശോയുള്ള കുരിശാണ്, നാഥനുള്ള കുരിശാണ് അർത്ഥമുള്ള കുരിശായി മാറുന്നത്. ജീവിതത്തിലൂടെ, സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, രോഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, തകർച്ചകളിലൂടെ കടന്നു പോകുമ്പോൾ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയിലുള്ള വിശ്വാസമുണ്ടെങ്കിലാണ് സഹനങ്ങൾ അർത്ഥമുള്ളതായി മാറുന്നത്. കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നാഥനുള്ള കുരിശാണ് രക്ഷാകരമായ കുരിശായി മാറുന്നത്. ജീവിതത്തിൽ പലവിധത്തിലെ പ്രതിസന്ധികളും രോഗങ്ങളും തകർച്ചകളും പൈശാചിക പീഡകളും ഒക്കെ കുടുംബത്തിലേക്ക് കടന്നു വരാം. അപ്പോൾ യേശുവിൻ്റെ കുരിശിലാണ് അഭയം തേടേണ്ടത്. യേശുവുള്ള കുരിശാണ് അർത്ഥമുള്ളതായി മാറുന്നത്. നാഥനുള്ള കുരിശാണ് അർത്ഥമുള്ളതായി മാറുന്നത്. യേശുവേ, അങ്ങയിൽ വിശ്വസിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ ക്ലേശങ്ങളെ, സഹനങ്ങളെ സ്വീകരിക്കുവാൻ, അത് അനുഗ്രഹമാക്കി മാറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. നാഥനില്ല കുരിശിനർത്ഥമില്ലല്ലോ, ജീവിതമോ ശൂന്യമല്ലോ. നാഥനില്ല കുരിശിനർത്ഥമില്ലല്ലോ, ജീവിതമോ ശൂന്യമല്ലോ. കുരിശാലെ നേടും ഉയർപ്പിനായി ഞാൻ പ്രത്യാശയർപ്പിനിരിപ്പൂ. കുരിശാലെ നേടും ഉയർപ്പിനായി ഞാൻ പ്രത്യാശയാർന്നിരിപ്പൂ. കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. എല്ലാവരും ചേർന്ന് കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. എല്ലാ രോഗങ്ങളും, എല്ലാ അസ്വസ്ഥതകളും കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. ഉയർത്തി ഈ ഗാനത്തോട് ചേർന്ന് നമുക്ക് ഈശോയെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, മഹത്വം, മഹത്വം, മഹത്വം. കർത്താവേ, സ്തുതി, സ്തുതി. കർത്താവേ, അങ്ങയുടെ കുരിശിന്റെ ശക്തി ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ രോഗികളിലേക്ക്, തകർന്നവരിലേക്ക് യേശുവിന്റെ കുരിശിന്റെ ശക്തി കടന്നു ചെല്ലട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ. കുരിശിലാണ് രക്ഷ, കുരിശിലാണ് രക്ഷ, കുരിശാണ് രക്ഷ, കുരിശിലാണ് വിജയം. യേശുവേ, നന്ദി കർത്താവേ. ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ശക്തിയാൽ സൗഖ്യങ്ങൾ നൽകുന്ന ഈശോയ്ക്ക് നന്ദി പറയുന്നു. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഈശോയ്ക്ക് നന്ദി പറയുന്നു. വിടുതൽ നൽകുന്ന ഈശോയ്ക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 മഹത്വം, മഹത്വം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, മരുഭൂമിയിൽ മൂശ ഉയർത്തിയ സർപ്പത്തെ പോലെ മനുഷ്യപുത്രനും കുരിശിൽ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. മനുഷ്യപുത്രൻ കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ ആ കുരിശിലേക്ക് അനേകർ ആകർഷിക്കപ്പെടുമെന്ന് ഈശോ തന്നെ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, ജീവിതത്തിലെ എല്ലാ പ്രത്യാശയും നഷ്ടപ്പെട്ട് മരണത്തെ അഭിമുഖീകരിച്ച ഇസ്രായേൽ ജനം ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ ദൈവം നൽകിയ അടയാളമാണ് മരുഭൂമിയിൽ ഉയർത്തിയ പിച്ചള സർപ്പം. അതുപോലെ പാപത്തിൻ്റെയും തിന്മയുടെയും അടിമത്തങ്ങളിൽ പെട്ടുപോയ മനുഷ്യവർഗത്തിന്
വലിയ രക്ഷയായിട്ട് ഈശോ കുരിശിൽ ഉയർത്തപ്പെട്ടു. കുരിശിൽ ഉയർത്തപ്പെട്ട യേശു സൗഖ്യം നൽകുന്ന കുരിശാണ്, വിടുതൽ നൽകുന്ന കുരിശാണ്, അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടുന്ന കുരിശാണ്, രക്ഷ നൽകുന്ന കുരിശാണ്. ഈ കുരിശിലാണ് രക്ഷ, ഈ കുരിശാണ് രക്ഷ, ഈ കുരിശിലാണ് വിജയം. അതാണ് നമ്മൾ പാടിയത്. സ്നേഹമുള്ളവരെ, നമ്മുടെ കുടുംബം നേരിടുന്ന, നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങൾ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളും നമുക്ക് ഈ കുരിശിലേക്ക് സമർപ്പിക്കാം. ഈശോയെ വിശുദ്ധ കുരിശിൻ്റെ ശക്തിയാൽ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ കുടുംബങ്ങളെ അലട്ടുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും, രോഗപീഠകളിൽ നിന്നും, എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും, കുടുംബത്തിലുള്ള കലഹങ്ങളിൽ നിന്നും, ഭിന്നതകളിൽ നിന്നും, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും, ആത്മീയ ജീവിതത്തോടുള്ള താല്പര്യക്കുറവിൽ നിന്നും, നമ്മുടെ മക്കൾ നേരിടുന്ന പ്രതിസന്ധികളിൽ നിന്നും, ദുശീലങ്ങളിൽ നിന്നും, ലഹരി വസ്തുക്കളുടെ ഉപയോഗങ്ങളിൽ നിന്നും, മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തിൽ നിന്നെല്ലാം വിശുദ്ധ കുരിശിൻ്റെ ശക്തിയാൽ സൗഖ്യവും വിടുതലും നമുക്ക് നേടാനാകും. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും, നമ്മൾ കുടുംബം നേരിടുന്ന എല്ലാ അസ്വസ്ഥതകളും വിശുദ്ധ കുരിശിലേക്ക് സമർപ്പിച്ച് വിശുദ്ധ കുരിശിൻ്റെ ശക്തി നമ്മുടെ ഭവനങ്ങളിലേക്കും ജീവിതങ്ങളിലേക്കും കടന്നു വരാൻ ആഗ്രഹിച്ച് ഈ ഈരടികളോട് ചേർന്ന യേശുവേ ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ, യേശുവേ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് സൗഖ്യം നൽകണമേ, യേശുവേ ഞങ്ങളുടെ മക്കൾക്ക് ശക്തമായ വിടുതൽ നൽകണമേ, സ്വാതന്ത്ര്യം നൽകണമേ എന്നാഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ കുടുംബത്തിൻ്റെ നിയോഗങ്ങൾ, ഏറ്റവും ആവശ്യമായിട്ടുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഈശോയുടെ നേരെ കരങ്ങൾ നീട്ടി സമർപ്പിച്ച് നമുക്ക് ഈരടിയോട് ചേർന്ന് നമുക്ക് ഈശോയെ സ്തുതിക്കാം, കുരിശിനെ വണങ്ങാം. കുരിശിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. വിടുതലുണ്ടാകട്ടെ എന്നിൽ, വിടുതലുണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ, യേശുവിൻ നാമത്തിലുണ്ടാകട്ടെ. വിടുതലുണ്ടാകട്ടെ എന്നിൽ, വിടുതലുണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ, യേശുവിൻ നാമത്തിലുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നമ്മുടെ കുടുംബത്തിൽ വിടുതൽ കിട്ടേണ്ട ഏറ്റവും അത്യാവശ്യമുള്ള മേഖലകൾ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ സംഭവിക്കട്ടെ, ഇപ്പോൾ സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തെയും വസ്തുവകകളെയും, നമ്മുടെ കുടുംബത്തിലുള്ള വളർത്തുമൃഗങ്ങളെയും, നമ്മുടെ സ്ഥലത്തെയും നമ്മുടെ ഭവനത്തെയും കുരിശിൻ്റെ സംരക്ഷണത്തിനും എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്നുള്ള വിടുതലിനുമായിട്ട് സമർപ്പിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ ശക്തി കടന്നു ചെല്ലട്ടെ, വിശുദ്ധ കുരിശിന്റെ ശക്തി കടന്നു ചെല്ലട്ടെ. ലൂക്കാ 10:19 പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം നൽകിയിരിക്കുന്നു, ഒന്നും നിങ്ങൾ ഉപദ്രവിക്കുകയില്ല. യേശു ക്രിസ്തുവിന്റെ വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ ഈ കുടുംബങ്ങളെ ഉപദ്രവിക്കുന്ന തിന്മയുടെ ശക്തികൾ യേശു നാമത്തിൽ, വിശുദ്ധ കുരിശിന്റെ ശക്തിയിൽ ഈ നിമിഷം ഇപ്പോൾ തന്നെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളിൽ നിന്നും വിട്ടുപോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ശക്തമായ വിടുതലുണ്ടാകട്ടെ, അഭിഷേകമുണ്ടാകട്ടെ, കൃപകളുണ്ടാകട്ടെ. കുരിശിനെ ഭയപ്പെടുന്ന എല്ലാ തിന്മയുടെ ശക്തികളും ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും ഞങ്ങളുടെ മക്കളിൽ നിന്നും യേശുവിന്റെ കുരിശിന്റെ ശക്തിയാൽ വിട്ടുപോകട്ടെ. ശലഹ മലഹ റിബ റിബ റിബ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. മൈറ്റി പവർഫുൾ ഡെലിവറൻസ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും വിടുതലും സംഭവിക്കട്ടെ. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ, കൃപയൊഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്തിന്റെ ശക്തി വ്യക്തമായി അറിയാവുന്നവരായിരുന്നു. ക്ലാര പുണ്യവതിയുടെ ജീവിതത്തിലെ ഒരു അനുഭവം വായിച്ചു തോർക്കുകയാണ്.
മഠത്തിൽ പലരും രോഗികളായിട്ട് കിടക്കുകയാണ്. രോഗികളായിട്ട് കിടന്നിരുന്നവരുടെ മുറിയിലേക്ക് ഒരു ദിവസം ക്ലാര പുണ്യവതി കയറി ചെന്നു. ക്ലാര പുണ്യവതി കയറി ചെന്ന് ഏറെ ദിവസങ്ങളായിട്ട് രോഗികളായി കഴിയുന്ന 5 പേർ അവിടെ കിടപ്പുണ്ട്. ക്ലാര പുണ്യവതി അവരുടെ നേരെ കരമുയർത്തി കുരിശടയാളം വരച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സ്നേഹമുള്ളവരെ, എഴുതിയിരിക്കുകയാണ് ആ പുസ്തകത്തിൽ, ക്ലാര പുണ്യവതി വിശ്വാസത്തോടുകൂടെ കുരിശടയാളം വരച്ച് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഉടനെ 5 രോഗികളും അവർ കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. അത്ഭുതം, രോഗസൗഖ്യം കുരിശിൻ്റെ അടയാളത്തിൽ ഉടനെ തന്നെ സംഭവിച്ചു. സ്നേഹമുള്ളവരെ, വിശ്വാസത്തോടുകൂടെ കുരിശടയാളം വരയ്ക്കുമ്പോൾ, വിശ്വാസത്തോടുകൂടെ കുരിശിൻ്റെ ശക്തി നിറയാൻ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും, രോഗങ്ങൾ നമ്മളെ വിട്ടുപോകും, നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും, മക്കളെ അലട്ടുന്ന പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് വിടുതൽ ലഭിക്കും. നമ്മുടെ മക്കൾ ദൈവത്തെയും മനുഷ്യരെയും സ്നേഹിക്കുന്നവരും അനുസരിക്കുന്നവരുമായി മാറും. സ്നേഹമുള്ളവരെ, കുരിശിലെ രക്ഷയിലേക്ക്, ക്രൂശിതനിലെ രക്ഷയിലേക്ക്, കുരിശടയാളത്തിൻ്റെ ശക്തിയിലേക്ക് നമുക്ക് കടന്നു വരാം. ഒരിക്കൽ കൂടെ നമ്മുടെ കുടുംബത്തിലെ എല്ലാ പ്രാർത്ഥനകളും, കുടുംബത്തിൻ്റെ എല്ലാ നിയോഗങ്ങളും, നമ്മുടെ മക്കളെക്കുറിച്ചുള്ള പ്രാർത്ഥനകളും, നമ്മുടെ കുടുംബത്തിന് ഏറ്റവും ആവശ്യമായിരിക്കുന്ന നിയോഗങ്ങളും ഈശോയുടെ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തി ഈ കുരിശിലേക്കും ദിവ്യകാരുണ്യ ഈശോയിലേക്കും നോക്കി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. കർത്താവേ നന്ദി. അനുഗ്രഹിക്കുന്ന കർത്താവിന് നന്ദി പറയുന്നു. സുഖപ്പെടുത്തുന്ന കർത്താവിന് നന്ദി പറയുന്നു. ഇപ്പോൾ തന്നെ വിടുതൽ സംഭവിക്കട്ടെ, ഇപ്പോൾ തന്നെ അനുഗ്രഹം ലഭിക്കട്ടെ, ഇപ്പോൾ തന്നെ കൃപ ലഭിക്കുന്നതിന് നന്ദി പറയുന്നു, ഇപ്പോൾ തന്നെ സൗഖ്യം ലഭിക്കുന്നതിന് നന്ദി പറയുന്നു, ഇപ്പോൾ തന്നെ വിടുതൽ ലഭിക്കുന്ന നന്ദി പറയുന്നു, ഇപ്പോൾ തന്നെ ദൈവസ്നേഹം നിറയുന്നതിന് നന്ദി പറയുന്നു. യേശുവേ നന്ദി. അനുഗ്രഹം, അനുഗ്രഹം, അനുഗ്രഹം. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹം, യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹം. വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ അനുഗ്രഹം, വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ അനുഗ്രഹം, 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 അനുഗ്രഹം. യേശുവേ നന്ദി, കർത്താവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ ധ്യാനത്തിൻ്റെ ആദ്യ ദിവസത്തെ ഈ ആരാധനയിൽ കർത്താവിൻ്റെ ദിവ്യകാരുണ്യത്തിൽ നിന്നും വിശുദ്ധ കുരിശിൽ നിന്നും ശക്തി നമ്മുടെ ജീവിതങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും പ്രവഹിച്ചിട്ടുണ്ട്. അനേകർ സൗഖ്യത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്, അനേകർ ശക്തമായ വിടുതലിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഈ ദിവസം തന്നെ നിങ്ങൾക്കത് അനുഭവിച്ചറിയാൻ സാധിക്കും. നിങ്ങൾക്ക് കിട്ടിയ സൗഖ്യങ്ങളും നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും ക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടുവാൻ നിങ്ങൾ ശാലോമിൻ്റെ ഓഫീസിലേക്ക് വിളിച്ചറിയിക്കുക. കൂടുതൽ മക്കൾക്ക് അനുഗ്രഹം ലഭിക്കട്ടെ, യേശുവിന് സാക്ഷിയായി തീരുക. അപ്പോൾ യേശുവിൻ്റെ കുരിശിന് സാക്ഷിയായി തീരാൻ നമുക്കും സാധിക്കും. നമുക്കൊരിക്കൽ കൂടെ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈ ആരാധനയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ നമ്മൾ ഒരുങ്ങുകയാണ്. ഭവനങ്ങളിൽ സാധിക്കുന്നവരൊക്കെ മുട്ടിന്മേൽ നിന്ന് ഈശോ നമ്മളെ ആശീർവദിക്കുന്ന ഈ സമയം, വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിനായിട്ട് നമ്മൾ ഒരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ, ഈ 5 ദിവസത്തിൻ്റെ ഈ ധ്യാനത്തിലൂടെ വൻ കൃപകൾ നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിച്ചോ, ഈശോയുടെ നേരെ കരങ്ങൾ നീട്ടി ഈശോയെ സ്തുതിച്ചോ, ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാനായി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. ഇന്നത്തെ പ്രാർത്ഥന. കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശിലാണു വിജയം.